ഗൈസ് ഞങ്ങളിപ്പോ പള്ളി പോവാണ്, മലയക്കുരിശ് പള്ളി പോവാണ്. ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് എണീറ്റുള്ളൂ. ഇനി ചായ ഉണ്ടാക്കണം, ചായ കുടിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മമ്മിയൊക്കെ കമ്പനിയിൽ പോയിട്ടോ, അപ്പോൾ ഞാൻ തന്നെ ചായ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ചായയിലേക്ക് ഫുഡ് കഴിക്കാം. എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ നാട്ടിൽ വന്നിട്ട് എപ്പോഴും രാവിലെ ജലദോഷമാണ്. രാവിലെ എണീക്കും തന്നെ ജലദോഷമാണ്. എന്നിട്ട് പക്ഷെ ഒരു ഉച്ചയാകുമ്പോഴേക്കും മാറും. എനിക്ക് നല്ല ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നണം, അതിൻ്റെ ആണെന്ന് തോന്നണം. ഭയങ്കര ജലദോഷം. എനിക്ക് സേലത്തും ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇത്ര ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. മമ്മി രാത്രി ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് ബദാം. സോ നമുക്ക് അത് കഴിക്കാം. ഇത് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല ഗുണങ്ങളുള്ളതാണ് നമ്മുടെ സ്കിന്നിനും മുടിക്കും എല്ലാം. സ്കിന്നിനാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ ഫേസൊക്കെ നന്നായി ഗ്ലോ ചെയ്യാനും എല്ലാ കാര്യത്തിനും ബദാം വെള്ളത്തിൽ നല്ലതാണെന്നാണ് പറയണേ. വെള്ളത്തിലിട്ട് എനിക്ക് ഈ തൊലി ഇഷ്ടമല്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഈ തൊലിയും കൂടി കഴിക്കുമായിരുന്നു. ഇപ്പം ഈ തൊലിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. തൊലി ഞാൻ പറിച്ചു കളയും, എന്നിട്ട് ബദാം മാത്രം സെപ്പറേറ്റ് കഴിക്കും. നമുക്കിന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിട്ട് തരാം കേട്ടോ. ഗൈസ് പുട്ടാണ് ഇവിടുത്തെ ദേശീയ ഭക്ഷണമാണ് പുട്ട്. മിക്കപ്പോഴും പുട്ടാണ് ഇവിടെ. എനിക്ക് പണ്ടൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഞാൻ പിന്നെയും കഴിക്കാൻ തുടങ്ങി പുട്ടൊക്കെ. പുട്ടിൻ്റെ കൂടെ എൻ്റെ സ്പെഷ്യൽ ടീയും കൂടി ആകുമ്പോൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പുട്ടും പഴവും പിന്നെ എൻ്റെ സ്പെഷ്യൽ ചായയും കൂടി കഴിക്കാം. നല്ല ജലദോഷം ഇല്ല കേട്ടോ എനിക്ക്. ചായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, മധുരം ഉണ്ടോ. കുഴപ്പമില്ല. ഓണമൊക്കെ ആയതുകൊണ്ട് ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ്. അപ്പം എൻ്റെ മേലത്തെ റൂമൊക്കെ ഒന്ന് തുടയ്ക്കണം. അപ്പം അതിന് ഞാൻ ബക്കറ്റൊക്കെ എടുത്താണ് പോകാട്ടെ ഗൈസ്. ഞാൻ എന്തായാലും ബിഗ് ബോസ് കണ്ടിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഇരുന്നപ്പോഴാട്ടോ അത് ഹന്ന വന്നേ. അവൾ 4 ദിവസത്തെ ലീവിനാണേ വന്നേ. അവൾ എൻട്രൻസ് പാലേ പഠിക്കാൻ പോവായിരുന്നു. അപ്പോൾ അവൾ 4 ദിവസത്തെ ലീവിന് വന്നേക്കും കേട്ടോ. അപ്പം ഞാനും അവളും കൂടി ഇപ്പോൾ പോകണം അവളുടെ വീട്ടിലാണ്. കോലശ്ശേരിയിലാണ് അവളുടെ വീട്. അവിടെ പോവാണേ. ഞങ്ങളുടെ ലില്ലി എന്നെ അറിയില്ല നോക്കണല്ലേ. അയക്കണം മറ്റേ സമയം പോക്കറ്റിലുണ്ട്. അവളെപ്പോൾ നാട്ടിൽ വന്നാലും ഞാൻ അവളെ പിടിച്ചു നിർത്തിയിട്ട് എനിക്ക് ഹൈറ്റ് കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ നോക്കൂ കേട്ടോ. ഗൈസ് ഞങ്ങളിപ്പോ പള്ളി പോവാണ്, മലയക്കുരിശ് പള്ളി പോവാണ്. ലില്ലി വരുന്നുണ്ടോ? പള്ളി പോണ്ടോ? എന്തോ ലില്ലി റൈഡിന് പോവാ നമ്മള്. നമ്മൾ മേലുവരിയാണ്. ഏത് വഴി പോണേ? ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ? കേറട്ടെ, ഇവിടുന്ന് കയറണോ? എന്ത് രസമല്ലേ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടം. നല്ല രസം. അയ്യോ അങ്ങനെ വെച്ചാ പോരെ. പാർക്കിംഗ് ഏരിയ ഉണ്ടോ ഇവിടെ? അല്ലോ ഇത് ഊരി തരുമോ?
ഇവിടെ എന്ത് കാറ്റല്ലേ. പോവാ നമുക്ക്. എണ്ണ ഒഴിക്കട്ടെ. എണ്ണ നെയ്യാ അത് ഉരുക്ക്. കുറച്ചേരം തീയില്ല നല്ല മുഖത്തോട്ട് വന്നു വീഴും. നമ്മളെന്താണായിരുന്നു കണ്ടിട്ട് കൊണ്ടുവന്നത്. എനിക്ക് ഇന്നും കൊണ്ട് ബേസിലോട്ടെ കൊണ്ട് പോയാലോ ദിവസം. ദേശത്തെ തന്നെ വരുമോന്ന് അറിയത്തില്ല. ചേട്ടയില്ല ചെറിയ സങ്കടമാണോ ജോലട്ടെ ഇല്ലാത്തോണ്ട്? ഹലോ ഗായ്സ്, തങ്കുവിന്റെ കിച്ചൺ. ഒരാൾക്കൂടെ പാചകം പോലും അറിയാതെ നടക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് റെഡിയാക്കി. ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം നൂഡിൽസ് ആണ്. നൂഡിൽസ് പോലും ഇട്ടിട്ടില്ല ഗൈസ്. എന്നിട്ടാണ് സ്പീക്കർ ഉണ്ട്.财四海为家，家兴旺，百事可乐，千事吉祥，万事如意，顺风顺啊！种花的花，种豆的豆。അതെന്താ? साहिबा आए घर काहे ना ऐसे तो सताए ना देख അറ്റ് ലാസ്റ്റ് ഹന്നയുടെ കൊറിയൻ മാഗി റെഡി ആയിട്ടോ. അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് തരാം കേട്ടോ. ബാക്കിയുള്ള ശേഷം അന്നേരം പറയാവേ. അങ്ങനെ അവിടുത്തെ ട്രിപ്പും കറക്കവും കഴിഞ്ഞിട്ട് അടുത്ത ഞാൻ അച്ചുവിൻ്റെ കൂടെ ചുമ്മാ ഒന്ന് കോലഞ്ചേരിക്ക് പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ ബസ്സിനകത്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ വലിയ രീതിക്കുള്ള ഷോപ്പിങ്ങും കാര്യത്തിനും പോയതല്ല കേട്ടോ. ഞങ്ങൾ കോലഞ്ചേരിയിൽ ചുമ്മാ പോയതാണ്. അപ്പോൾ അന്നേരത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ പോയത് കോലഞ്ചേരിയിലെ ബേബിയിട്ട് കേട്ടോ. അവിടുത്തെ ടെക്സ്റ്റൈൽ ഷോപ്പിയിട്ടാണ് പോയത്. ഇവിടെ അപ്പോൾ അച്ചുവിന് എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ. ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ. ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വിശാൽ ഹൈപ്പർ മാർക്കറ്റിട്ടാട്ടോ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നേ. കുറച്ച് നാളായുള്ളൂ കേട്ടോ കോലഞ്ചേരിയിൽ വിശാൽ ഹൈപ്പർ മാർക്കറ്റ് ലോഞ്ച് ആയേക്കണത്. അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. ലീവ് കഴിഞ്ഞിട്ട് വന്നിട്ട് സ്വസ്ഥമായിട്ട് കയറാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനും അച്ഛനും ചുമ്മാ പോയപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെയൊക്കെ ഒരു സുഡിയോ ഒരു മോഡലാണ് ഇത്. എന്തായാലും വന്നല്ലേ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു ടോപ്പും പിന്നെ ഒരു ബാഗി പാൻറ്റും ആണ് എടുത്തത്. കുറേ അധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി നോക്കിയെടുക്കാനൊക്കെയുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട്, കാരണം മഴയും കൂടി വന്നതുകൊണ്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനും വെച്ചൊന്ന് വെക്കം പോകുന്നു കേട്ടോ. ഇപ്പം തന്നെ സമയം നല്ല ലേറ്റ് ആയിപ്പോയി. ഇനി വീട്ടിലെത്തണമല്ലോ എന്ന് വിചാരിച്ച് വെക്കം പോകുന്നു. അത് കഴിഞ്ഞ് കോലഞ്ചേരിയിൽ അടുത്തുള്ള സ്വപ്നയെ കയറിയിട്ടോ. എന്തൊക്കെയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വാങ്ങാനുണ്ടായിരുന്നു. എനിക്ക് ഒരു ഐലൈനറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി സ്വപ്ന ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് എപ്പോഴും വന്ന ഷോപ്പാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ സ്വപ്നയിൽ. കറക്റ്റ് മെറൂണിന്റെ. ഞാൻ എപ്പോൾ സ്വപ്നയിൽ പോയാലും പുതിയ കമ്മൽ കളക്ഷൻസ് വന്നോ എന്നാട്ടോ ആദ്യമേ നോക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ജിമിക്കിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ജിമിക്കി സെക്ഷൻസ് ഭയങ്കര ഞാൻ ആദ്യം നോക്കുന്നത് ഈ ജിമിക്കി സെക്ഷനായിരിക്കും. കോലഞ്ചേരിയിട്ടുള്ള ബസ് കയറുന്നേക്കാൾ മുമ്പേ ഞാനും അച്ഛൻ പ്ലാൻ ചെയ്താട്ടോ ലൈം ജ്യൂസും പപ്സും കഴിക്കാമെന്ന്. ഞങ്ങളിത് ഇപ്പോൾ വന്നേക്കാണ് ഉദയ ബേക്കറി ഇട്ടാട്ടോ. കഴിക്കാൻ ഭയങ്കര വിശപ്പ്. എനിക്ക് കഴിക്കാൻ വേണമില്ല. പപ്സ് കഴിക്കാം. കുടിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ കഴിക്കാൻ പറ്റുന്ന സംശയമാണ്. ഒരു ലൈം ജ്യൂസ് ഒരു പപ്സ് മേടിക്കാം. 2 ലൈം ജ്യൂസ് 2 പപ്സ്. എഗ് പോരെ. സമയം നന്നായി വൈകിട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ ചെല്ലണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.